നമസ്കാരം. നമ്മുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മലയാള സിനിമയിലെയും തെന്നിന്ത്യയിലെയും ഏറ്റവും പുതിയ കുറച്ച് ആവേശകരമായ വാർത്തകളെ കുറിച്ചാണ്. മമ്മൂട്ടിയുടെ CBI 6 മുതൽ ലാലേട്ടന്റെ L366 വരെ നീളുന്ന വിശേഷങ്ങൾ അറിയാൻ വീഡിയോയുടെ അവസാനം വരെ കാണുക. ആദ്യം തന്നെ ലാലേട്ടൻ ആരാധകർ കാത്തിരുന്ന വാർത്ത. മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ടിലൊരുങ്ങുന്ന L366 കൊച്ചി ഷെഡ്യൂൾ പൂർത്തിയായി കഴിഞ്ഞു. നാളെ മുതൽ തൊടുപുഴയിൽ പുതിയ ഷെഡ്യൂൾ ആരംഭിക്കും. അടുത്ത മാസം മുംബൈയിലേക്കാണ് ടീം ഷിഫ്റ്റ് ചെയ്യുന്നത്. ഒരു ഗംഭീര ലാൽ ചിത്രം തന്നെ നമുക്കിതിൽ പ്രതീക്ഷിക്കാം. ഇനി മമ്മൂക്കയുടെ വിശേഷങ്ങൾ. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന CBI 6 അണിയറയിൽ ഒരുങ്ങുകയാണ്. മമ്മൂട്ടി കമ്പനിയും പാപ്പച്ചൻ അരീക്കലും ചേർന്നാണ് ഈ ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കുന്നത്. ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ചിത്രീകരണം തുടങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സേതുരാമയ്യർ വീണ്ടും വരുമ്പോൾ എന്തൊക്കെ സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രം പ്രതിച്ഛായ ഈ മാസം 26-ന് തിയേറ്ററുകളിൽ എത്തുകയാണ്. 2 മണിക്കൂർ 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. B. ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് സെൻസർ ബോർഡിന്റെ U സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ ബുക്കിംഗ് നാളെ മുതൽ ആരംഭിച്ചേക്കാം. ഷറഫുദ്ദീൻ നായനാകുന്ന മധുവിധുയുടെ ടീസർ നാളെ വൈകുന്നേരം 7 മണിക്ക് റിലീസ് ചെയ്യും. സിനിമയുടെ റിലീസ് അല്പം നീളാൻ സാധ്യതയുണ്ട്. തമിഴിൽ നിന്നും ഒരു പ്രധാന വാർത്ത. സൂര്യ നായകനാകുന്ന കറുപ്പ് എന്ന തമിഴ് ചിത്രത്തിലെ പുതിയ പാട്ടിന്റെ ചിത്രീകരണം നടക്കുകയാണ്. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പ്രോജക്റ്റാണിത്. സംവിധായകൻ RJ ബാലാജി അഭിനയിക്കുന്ന ഈ പുതിയ പാട്ട് പാടിയിരിക്കുന്നതും STR തന്നെയാണ്. പ്രഭാസ് നായകനാകുന്ന പാൻ ഇന്ത്യൻ ചിത്രം കൽക്കി 2 ഷൂട്ടിംഗ് ഹൈദരാബാദിൽ പുരോഗമിക്കുകയാണ്. ഈ ചിത്രത്തിൽ നമ്മുടെ ദുൽഖർ സൽമാൻ ഒരു പ്രധാന അതിവേഷത്തിൽ എത്തുന്നുണ്ട്. അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന സിനിമാ വിശേഷങ്ങൾ. ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഏത് സിനിമയ്ക്കാണ്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.